Hello viewers, namaste. Welcome back to my new video. In the 13th April, in the wheel കൊണ്ടുവന്നിരിക്കുന്ന നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ട്രേഡുകൾ നമ്മുടെ സോഫ്റ്റ് വന്ന ട്രേഡുകളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ഗ്യാപ് ഡൗൺ മാർക്കറ്റ് ആയിരുന്നു. ഒരു പ്രീവിയസ് ഡേ അതായത് വെള്ളിയാഴ്ച നമുക്ക് ലാസ്റ്റ് വന്നൊരു സെല്ലിൻ്റെ കണ്ടിന്യൂഷനിലാണ്. ഗ്യാപ് ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാപ് ഡൗൺ മാർക്കറ്റിൽ ഡയറക്റ്റ് കയറി നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റില്ല. മാർക്കറ്റ് അതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ആണെങ്കിൽ മാത്രം നിങ്ങൾ അവരുടെ എൻട്രി എടുക്കുക. കറക്റ്റായിട്ട് സോഫ്റ്റിൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ ബ്ലൂ സ്റ്റാറാണ് സപ്പോർട്ട്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും സപ്പോർട്ട് എടുക്കാതെ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് പോയി. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ എൻട്രി എടുക്കേണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് 11:45 ശേഷമാണ് നമുക്കൊരു ബൈ എൻട്രി വന്നത്. അതിലാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോഴും 600 പോയിന്റ് 650 പോയിന്റോളം മാർക്കറ്റ് കയറി നിൽക്കുവാണ്. സ്റ്റാറ്റസ് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോഫ്റ്റ് വന്ന ടാർഗറ്റ് എല്ലാം അച്ചീവ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മേളിൽ വരുന്നുണ്ട് മാർക്കറ്റ് റേറ്റ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ആ ഒരു ബൈ ട്രേഡ് വന്നത് 55.41 55,041. ഡേറ്റും ഡീറ്റെയിൽസ് എല്ലാം മേളിൽ മെൻഷൻ ആവുന്നുണ്ട്. സിഗ്നൽ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ബൈ എന്ന് പറയുമ്പോൾ തന്നെ കോൾ സൈഡ് മാത്രം ഉണ്ട് നോക്കുക. അതുപോലെ അവിടെ റേറ്റ് ഉണ്ടാവും. ആ നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ഏത് സ്ട്രൈക്കും എടുക്കാം കേട്ടോ. നമ്മുടെ സോഫ്റ്റിനകത്ത് ഓപ്ഷൻ്റെ സെപ്പറേറ്റ് ഇതുപോലെ ഓപ്ഷൻ ചാർട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണം ഇവിടുന്ന് നമുക്ക് കോളും പുട്ടും സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ കാണിച്ചു തന്നോളൂ. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന സ്ട്രാറ്റജിയാണ്. പഠിക്കാൻ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പറാണ്. അതുപോലെ ഓഫീസ് വരണമെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ വന്ന് ഇതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ട്രേഡിംഗ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് കണ്ടിന്യൂ ആണ്. ഈ ഒരു റെഡ് സ്റ്റാറില്ല, അത് റെസിസ്റ്റൻസ് ആണ്. അതിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആണെങ്കിൽ ഇനിയും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് തന്നെ പോകത്തുള്ളൂ. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സെയിം. നമുക്ക് രാവിലെ ഒരു സെൽ എൻട്രി ഉണ്ടായിരുന്നു. ഗ്യാപ് ഡൗൺ ആയിരുന്നു. സപ്പോർട്ട് എടുക്കാത്ത കാരണം മാർക്കറ്റ് റിവേഴ്സ് വഴി നമുക്കൊരു ബൈ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കയറിയ ശേഷം ചെറുതായിട്ട് ഇറങ്ങി പിന്നെ ഒരു അപ് ട്രെൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു 121 പോയിന്റ്സ് മാർക്കറ്റ് കയറി നിൽക്കുകയാണ്. എഗെയിൻ റെസിസ്റ്റൻ്റ് എടുക്കുകയാണെങ്കിൽ എഗെയിൻ ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് തന്നെ പോകും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് ഓപ്ഷൻ ചാർട്ട് തന്നെ സോഫ്റ്റ്വെയറിൽ കിട്ടുന്നതാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്ന സ്ട്രാറ്റജി. പഠിക്കാനോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.